പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീണ്ടും പുകഞ്ഞു പിടിക്കുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം കൂടുതൽ ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചു. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ, സ്ഥാപനങ്ങൾക്കെതിരെയൊക്കെ ട്രംപും അമേരിക്കയും. ആ ഉപരോധങ്ങളെ ഒരു കാരണവശാലും അതിനെ പരിഗണിക്കുന്നില്ല എന്ന് ഇറാൻ മറുപടി നൽകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ ഹോർമുസ് വിഷയത്തിൽ ഇറാനും ഒപ്പം ഒമാനും ഒക്കെ ചേർന്നുള്ളൊരു മധ്യസ്ഥ ചർച്ച നടന്നിരുന്നു. ആ ചർച്ച കുറേയേറെ ഫലം കണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിനിടയിൽ ഇസ്രായേലിൻ്റെ ഒരു പ്രതികരണം അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇറാനുമായി ഒരു തരത്തിലുള്ള മധ്യസ്ഥ നീക്കങ്ങളും ഇനി നടക്കില്ല, വിലപ്പോകില്ല, അത് സാധ്യമല്ല എന്നതാണ് നെതന്യാഹു പറയുന്നത്. അതൊരു പ്രകോപനപരമായ പ്രസ്താവനയാണ്. അപ്പോൾ ഏറെക്കുറെ ഏതൊക്കെയോ വശങ്ങളിൽ, ഏതൊക്കെയോ ഇടങ്ങളിൽ ഈ സമാധാന ചർച്ച ഫലം കാണാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ടാണോ ഇപ്പോൾ അതിന് തുരങ്കം വെക്കുന്ന രീതിയിൽ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത് എന്നതും കൂടിയാണ് നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. എന്താ ജെയിംസ്, ഏറ്റവും ഒടുവിലായി നെതന്യാഹുവിൻ്റെ പ്രതികരണത്തെ എങ്ങനെ കാണേണ്ടത്? നെതന്യാഹു അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു സമാധാന ചർച്ചയോ മധ്യസ്ഥമോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അത് പൊളിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനപ്പുറം അതിന് വലിയ വിലയൊന്നുമില്ല. പക്ഷെ പ്രശ്നം അതല്ല. ഇറാനുമായി അമേരിക്ക ഒരു യുദ്ധത്തിലാണോ എന്ന് ചോദിച്ചാൽ ട്രംപ് പറയല്ല, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല, ഇപ്പോൾ നടക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് പറയുക. ഔപചാരികമായ ഒരു യുദ്ധത്തിലല്ല. പക്ഷേ അമേരിക്ക പ്രഖ്യാപിച്ച ഔപചാരിക യുദ്ധങ്ങളുടെ അത്ര ചെലവ് ഈ യുദ്ധത്തിന് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഫെബ്രുവരി മുതൽ ഈ സമയം വരെ കാര്യമായ ആക്രമണം നടന്നിട്ടില്ല. ഇപ്പോൾ 6 മാസം തുടർച്ചയായി ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ല അവർ. പക്ഷേ നല്ല പൈസ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൈസ പൊട്ടിയത് വലിയ ഇമ്പാക്റ്റ് അടിമ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം രണ്ടാമത് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ഒന്ന്, അമേരിക്ക അതിൻ്റെ ഏറ്റവും വലിയ കടക്കെണിയിലാണ്. കടക്കെണി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രത്തിലൊരിക്കലും ഇത്രയും അധികം, അവരുടെ ടോട്ടൽ GDP-യുടെ ഇത്ര പെർസെൻറ്റേജ്, അതിനൊരു സീലിംഗ് ഒക്കെ ഉണ്ട്. ഇത്ര അധികം കൂടുതൽ കടമെടുക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. 41 എന്താണ് പറയുക, $41 ട്രില്യൺ വരെ അമേരിക്ക കടമെടുക്കാൻ പറ്റും. $40 ഈ മാസം ആയി കഴിഞ്ഞു. അടുത്ത മാസം 41 ആകും. കാരണം ഒരു ട്രില്യൺ ഡോളറോളം അവർക്ക് പലിശ അടയ്ക്കാനുണ്ട്. അപ്പോൾ അതൊരു ഗുരുതരമായ സിറ്റുവേഷനായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാനെതിരെ യുദ്ധവും നടത്തണം, അതുപോലെ ഈ കടവും തീർക്കണം. ആകെ പ്രശ്നമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഒരു രാജ്യം അതൊരു ലോകശക്തിയായിരിക്കെ അവരുടെ സൈനിക ബജറ്റിനേക്കാൾ അവർക്ക് കടമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അവർ ബൈ ഡിഫോൾട്ട് അവരൊരു ലോകശക്തി ആവാതിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലാതായി കഴിഞ്ഞു, അൺബിക്കമിങ് എ വേൾഡ് പവർ, അതല്ലാതായി മാറുന്നു. കാരണം അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള UK-യുടെ അവസ്ഥയാണ്. UK ഇങ്ങനെയായിരുന്നു. അവർ 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് വന്ന് ആ ഒരു സിറ്റുവേഷനിൽ, അതായത് 48-നൊക്കെ ശേഷം ആകുമ്പോഴത്തേക്കും അവരുടെ മൊത്തം സൈനിക ബജറ്റിനേക്കാൾ കൂടുതലായിരുന്നു അവരെ കടം. മാത്രമല്ല അവരുടെ എല്ലാ കോളനി രാജ്യങ്ങളും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. അങ്ങനെയാണ് UK, അതുവരെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന UK ഒന്നുമല്ലാതായി മാറുന്ന അവിടെയാണ്. ആ ഒരു പോയിന്റിലേക്ക് അമേരിക്ക നടന്നെടുക്കുകയാണെന്നുള്ള വിശകലനങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വയം ഒരു ലോക പോലീസായിട്ട് നിലനിൽക്കുകയും വേണം, യുദ്ധവും ചെയ്യണം, കടവും തീർക്കണം. ഇങ്ങനെയൊരു പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധിയിലാണ് ഇറാൻ ഒരു കീറാമുട്ടിയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇറാനെതിരെ ഇനി യുദ്ധവും നടക്കില്ല. അത് ട്രംപിന് നന്നായിട്ട് അറിയാം. യുദ്ധം, ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധമൊന്നും ഇനി സാധ്യമല്ല. അപ്പോൾ ഇനി ഇറാനെ തകർക്കുക, റെജീം ചേഞ്ച് നടത്തുക എന്ന നെതന്യാഹുവിൻ്റെ ആഗ്രഹം നടപ്പാക്കണമെങ്കിൽ അവിടെ ഒരു കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ അസ്വസ്ഥരാകും, അവരുടെ എക്കണോമി തകരും, അവരുടെ കറൻസി ഇടിയും, വിലക്കയറ്റം ഉണ്ടാകും. അപ്പോൾ ജനങ്ങളിൽ രോഷം ഉണ്ടാകും, ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയും. അതുമാത്രമാണ് ഒരു മാർഗം. പക്ഷേ ട്രംപ് ഇപ്പോൾ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാർക്കോ റൂബിയോ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞങ്ങളിനി ഒരു ദീർഘകാല എക്കണോമിക് വാറിലേക്കാണ് പോകുന്നത് ഇറാനുമായിട്ട്. ഓക്കെ, അങ്ങനെ ആയാൽ പോലും ഇറാനെ തകർക്കാൻ കഴിയുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇറാൻ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അവിടെ ഇറാൻ റിയാലിൻ്റെ മൂല്യം ഇടിയുന്നു, വിലക്കയറ്റം ഷൂട്ടപ്പ് ചെയ്യുന്നു, ജനങ്ങൾക്ക് കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർ ഇറാഖ് യുദ്ധകാലത്ത് സ്വീകരിച്ചിരുന്ന റേഷനിങ് സമ്പ്രദായത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയും പ്രതിസന്ധി അവർക്കുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇറാൻ എന്ന് പറയുന്നൊരു, ഇപ്പോൾ വെനസ്വേല പോലെ വളരെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരു സിസ്റ്റമോ സമ്പ്രദായമോ അല്ല എന്ന് അമേരിക്ക നന്നായിട്ട് അറിയാം. ഏതാണ്ട് ഒരു 45,000 കോടി ഡോളറിൻ്റെ ഗോൾഡ് റിസർവ് ഉള്ള രാജ്യമാണ് ഇറാൻ. നമുക്ക് ഇന്ത്യക്ക് ഗോൾഡ് റിസർവ് ഉള്ള അറിയാമല്ലോ.
ഗോൾഡ് റിസർവ് എന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചാൽ അവർക്ക് എപ്പോഴും അതെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നത്ര ഗോൾഡ് റിസർവ് അവരുടെ കയ്യിലുണ്ട്. അതിലത് ഒരു വളരെ പെട്ടെന്ന് തകർത്ത് കളയാൻ പറ്റുന്ന ഒരു എക്കണോമി അല്ല അത്. അവർക്ക് പരിക്കേൽപ്പിക്കാൻ പറ്റും, അവരെ ബുദ്ധിമുട്ടിലാക്കാൻ പറ്റും, പ്രതിസന്ധിയിലാക്കാൻ പറ്റും. പക്ഷേ ഒരു എക്കണോമി കൊളാപ്സ് ആവാൻ മാത്രം ദുർബലമല്ല ഇറാൻ്റെ എക്കണോമി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫെബ്രുവരി മുതൽ ഇതുവരെയുള്ള സമയത്തും ഈ സംഘർഷങ്ങൾക്കിടയിലും യുദ്ധങ്ങൾക്കിടയിലും അവരെണ്ണ വിൽക്കുന്നുണ്ട്. എണ്ണ വിറ്റ് അവർക്ക് പൈസ ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമൂസ് പ്രതിസന്ധിക്കിടയിൽ തന്നെ നല്ല ഒരു 6,000 കോടി ഡോളറിൻ്റെ കച്ചവടം നടന്നുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വശത്തോടെ നടക്കുന്നുണ്ട്, എണ്ണ കച്ചവടം നടക്കുന്നുണ്ട്. ഇപ്പോഴും അവർ എണ്ണ കച്ചവടം ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊക്കെ ഉപരോധങ്ങൾക്കിടയിൽ അവർ ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ചൈനയായിട്ട് ട്രേഡ് ഉണ്ട്, അവർക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും ട്രേഡ് ഉണ്ട്. പിന്നെ അവരുടെ ഭക്ഷ്യസുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഭക്ഷണം, മരുന്ന്, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് അത് അവർ കണ്ടെത്തുന്നുണ്ട്, അതിനുള്ള വഴി അവർ കണ്ടെത്തുന്നുണ്ട്. അത് മറികടന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ വരിക, മരുന്ന് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവുകയും അത് തകരാൻ പോവുകയാണെന്നുള്ള ഫീൽ ഉണ്ടാവുക. അപ്പോൾ അമേരിക്കയിലെ തന്നെ എക്കണോമിസ്റ്റുകളുടെ ഒരു നിരീക്ഷണ പ്രകാരം ട്രംപിൻ്റെ ഈ ടേം മുഴുവനായി ഉപരോധം ഏർപ്പെടുത്തുകയാണ് ഇറാനെതിരെ എന്ന് കരുതുക. എങ്കിൽ പോലും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള റിസർവ് അവരുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം പ്രായോഗികമാകും, വിജയകരമാകും എന്നുള്ള കാര്യത്തിൽ അമേരിക്കയിൽ തന്നെയുള്ളവർക്ക് അതിൽ സംശയമുണ്ട്. ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, നമ്മൾ മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോർമുസ് പ്രതിസന്ധി എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. അമേരിക്കയും ഇറാനും തമ്മിലൊരു ദീർഘകാലം ഓൺ ആൻഡ് ഓഫ് സമാധാനവും യുദ്ധമാണ് ഉണ്ടാകാൻ പോകുകയെന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഉറപ്പിച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, അമേരിക്ക മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ താൽക്കാലികമായി ഞങ്ങൾ നിർത്തിവെച്ചു, ഈ അറ്റാക്ക് നിർത്തിവെച്ചു എന്ന് പറയുന്നത്. നമ്മൾ ഇനി എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ കാലത്ത് ഇനി ഒരു അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അവർ കുറേ കൂടി മറ്റൊരു എക്കണോമിക് മോഡ് ഓഫ് ആക്രമണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാവ് സാഹിബ്, ഇതിപ്പോൾ മുന്നറിയിപ്പുകൾ നിരന്തരം എന്ന് വെച്ചാൽ ഞങ്ങളിതാ തീർത്ത് കളയും, മുക്കിക്കളയും എന്നൊക്കെ പറയുന്നു. എല്ലാറ്റിനും ഒടുക്കം ഇപ്പോൾ ഒരു ഉപരോധമാണ് പ്രഖ്യാപിച്ചത്. ഉപരോധമാണെങ്കിൽ നേരത്തെ തന്നെ ഇറാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അപ്പോൾ ഈ ഉപരോധ പ്രഖ്യാപനം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തോൽവിയാണോ, ഒരു ഗതികേടാണോ, എങ്ങനെയാണ് അതിന് വിലയിരുത്തേണ്ടത്? ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്ന ഉപരോധം, അമേരിക്കയുടെ ഇറാൻ ഉപരോധം 1979 മുതലുണ്ട്. അത് ഒരിക്കലും ലിഫ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉണ്ടായത് ഒരു സെക്കൻഡറി ടിയർ ഓഫ് സാങ്ഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇത്രയും കാലത്തെ ഉപരോധം ഇറാന് നേരിട്ടുള്ള ഉപരോധമായിരുന്നു. ഇറാന് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവമുള്ളായിരുന്നു. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പേരിൽ ഒരു പുതിയ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചത്. ഇറാനുമായിട്ട് ഏതെങ്കിലും നിലക്ക് ബിസിനസ് ചെയ്യുന്ന എൻറ്റിറ്റീസിനെയും സാങ്ഷൻ ചെയ്യും. അതാണ് സെക്കൻഡറി ലെയർ എന്ന് പറയാവുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമത് കാണേണ്ട കാര്യം, ഒരു ഓപ്പറേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ഓപ്പറേഷൻ എപ്പിക് ഫെയറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ഓൺഗോയിങ് ആണ്. അത് അവസാനിച്ചിട്ടില്ല. ടെക്നിക്കലി അത് ഓപ്പണാണ്. അങ്ങനെ ഒരു ഓപ്പറേഷൻ നിലനിൽക്കുകയാണ് പുതിയൊരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കുന്നത്, ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ബസ് പോയാൽ പിന്നെ ഒരു ബസ് ഉണ്ടെന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അമേരിക്ക ഇവർക്കെതിരെ പ്രഖ്യാപിച്ചൊരു ഓപ്പറേഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെയാണ് പുതിയൊന്ന് വന്നിരിക്കുന്നത്. ഇത് കൈൻഡ് ഓഫ് ഫ്രസ്ട്രേഷനാണ്. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ ഇതിൽ തന്നെ ഇറാനെ സംബന്ധിച്ച് ഇറാനായിട്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന രാജ്യം ചൈനയാണ്. ചൈന പോയി പണിയൊക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാന് ഓഫ് കോഴ്സ് അവരുടെ ബിസിനസ്സിൽ അവരുടെ ഒരു ഇടുക്കമുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ പുതിയ കുറച്ചധികം ഇടുക്കങ്ങളുണ്ടാവും. അവരുമായിട്ട് ഏതെങ്കിലും നിലയ്ക്ക് ബിസിനസ് ചെയ്യുന്ന എൻ്റർപ്രൈസസ് അവർ ഒന്ന് ശങ്കിക്കും, ചിലപ്പോൾ മാറി നിൽക്കും, ചിലപ്പോൾ വേറെ വഴിയിലൂടെ ചെറിയ ഇടുക്കങ്ങളുണ്ടാവും എന്നുള്ള സ്വാഭാവികമാണ്. പക്ഷേ ആ ഇടുക്കം അമേരിക്കയ്ക്കും ഉണ്ടാവും. കാരണം ഇങ്ങനെ ലോകത്തുള്ള സകല എൻറ്റിറ്റികളെയും എൻ്റർപ്രൈസുകളെയും സാങ്ഷൻ ചെയ്യാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്കും ബിസിനസ് ചെയ്യണ്ടേ? അങ്ങനെ സംഗതിയില്ലേ? ഈ അമേരിക്ക മാത്രമായിട്ട് ബിസിനസ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുള്ള പുതിയ തീരുമാനമാണ്. അപ്പോൾ അത് എല്ലാ നിലക്കും ഇറാനെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചു നോക്കി. പക്ഷെ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന വളരെ തുറന്നു കിടന്നിരുന്ന ഹോർമുസ് അടഞ്ഞു കിടക്കുകയാണ്. ഒരു യുദ്ധം തുടങ്ങിയത് ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടങ്ങിയത് കൊണ്ട് മാത്രം. അപ്പം നമ്മളിത് വളരെ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ കുഴയാൻ പോകുന്ന യുദ്ധമായിരിക്കും. അവർക്കിത് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. അതിൽ പല ഘടകങ്ങളുണ്ട്. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു സ്വഭാവവും രീതിയും അത് 79-ന് ശേഷം നമുക്ക് 1979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇറാനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ചെയ്യാത്ത കാര്യങ്ങളില്ല. വളരെ സിസ്റ്റമാറ്റിക് ഒരു സംവിധാനം എന്നുള്ള നിലക്ക് തന്നെ ഇറാനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ 79 മുതൽ തുടങ്ങിയതാണ് അമേരിക്ക. അത് എങ്ങനെ നമ്മൾ കാണാം. 79 എന്ന് പറയുമ്പോൾ അവരൊരു വളരെ ഇൻഫൻറ്റൈൽ സ്റ്റേജിലുള്ള ഒരു രാജ്യം, പുതിയൊരു രാജ്യം, അതും എഗൈൻ ഇറാഖുമായിട്ടുള്ള ദീർഘകാലമായ യുദ്ധം, ആ സമയത്തൊന്നും സാധിക്കാത്തൊരു സംഗതി.
വളരെ സ്റ്റെബിലൈസ്ഡ് ആയുള്ള ഒരു ഇറാനിൽ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് അത് അസാധ്യമായുള്ളൊരു കാര്യമാണ്. ഇതിൽ ഉണ്ടായുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു റിഫർമേഷൻ അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അവിടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമായിരുന്നു. അതുപോലും ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമുക്ക് അവിടെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇവർ കയറിയിട്ടും ഇത് ബോംബിടാൻ പോയത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരു സിസ്റ്റം റിഫോമിന് വേണ്ടി നടന്നുകൊണ്ടിരുന്ന പ്രക്ഷോഭത്തെ പോലും ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു എന്താ പറയുക ഫ്രസ്ട്രേഷൻ തന്നെയാണ് ഇതിൻ്റെ കാരണം. പിന്നെ ഇതിലുള്ള ഒരു വേറൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പം സൈഫ് പറഞ്ഞാൽ നെതന്യാഹു ഇവന്മാരായിട്ട് ഡീലിനൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം നേരത്തെ പറയുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മിനിയാന്നുണ്ടായുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്, സിറിയ അമേരിക്കയുടെ സ്പോൺസർ ഓഫ് ടെററിസം ലിസ്റ്റിലുണ്ടായിരുന്ന രാജ്യമായിരുന്നു. 50 വർഷമായി. അത് എനിക്ക് 78 മുതലോ മറ്റോ 78 ഈ ഹഫീസ് അസദ് വന്നത് മുതൽ അമേരിക്കയുടെ ടെററിസം ലിസ്റ്റ്, സ്പോൺസർ ഓഫ് ടെററിസം ലിസ്റ്റിലുണ്ടായിരുന്ന ഉപരോധത്തിൽ കഴിഞ്ഞിരുന്ന രാജ്യമാണ് സിറിയ. അപ്പോൾ അവിടെ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് ഈ ആസാദ് റജീമിനെ ടോപ്പിൽ ചെയ്യുന്നു. പുതിയ ഗവൺമെൻറ് അഹമ്മദ് ഷറയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. ഈ അഹമ്മദ് ഷറ യഥാർത്ഥത്തിൽ തന്നെ നേരത്തെ ഈ ISIS വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. പിന്നെ ഹയത്ത് തഹരീർ ഷാമിൻ്റെ ഭാഗമായി അവിടുത്തെ ജനകീയ പിന്തുണയോടുകൂടി ഈ ബഷാർ അസദിന് നേരെ ഉണ്ടായുള്ള പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയുണ്ടായിരുന്നു. ബഷാർ അൽ അസദിനെ ടോപ്പിൽ ചെയ്യുന്നു, അധികാരത്തിൽ വരുന്നു. ബഷാർ അൽ അസദ് ഗവൺമെൻറ് അതൊരു ഒരു ടെററിസ്റ്റ് ഗവൺമെൻറ് ആണെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പൊസിഷൻ. അപ്പോൾ അവരെ തകർക്കാൻ വേണ്ടി ഇസ്രായേൽ സർവ്വ പണികളെടുത്തുകൊണ്ടിരിക്കുകയാണ്. 3-4 ദിവസമാണ് അവിടുത്തെ ഒരു എയർഫീൽഡ് കൊണ്ടുപോയിട്ട് ബോംബിട്ടത്. അങ്ങനെ ഇസ്രായേൽ ഭയത്തോടു കൂടി കാണുന്ന, ഇസ്രായേൽ ഒരു ടെററിസ്റ്റ് എൻറ്റിറ്റി ആയിട്ട് കാണുന്ന ഒരു സർക്കാർ അവരെ ടെററിസം ലിസ്റ്റിൽ നിന്ന് അമേരിക്ക എടുത്തു കളഞ്ഞിരിക്കുകയാണ്. സിറിയ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. സിറിയയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലേറ്റവും ഒരു ഹിസ്റ്ററിക് മൊമെൻ്റാണത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻ്റർനാഷണൽ ബോഡികളുമായിട്ട് ബിസിനസ് ചെയ്യാൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ, ഒരു സാധാരണ രാജ്യം പോലെ പ്രവർത്തിക്കാൻ, ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കാൻ, ട്രേഡ് റിലേഷൻഷിപ്പിൽ എത്താനൊക്കെ സാധിക്കുന്ന ഒരു സാധാരണ രാജ്യമായിട്ട് ആര് മാറി? സിറിയ മാറി. ഇപ്പോൾ സിറിയയും തുർക്കിയും ചേർന്ന് ഞങ്ങൾക്കെതിരെ ഒരു മുന്നണി രൂപപ്പെടുത്തുകയാണ്, ഞങ്ങളെ പൊളിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കഴിഞ്ഞ 1.5 വർഷമായി ഇസ്രായേൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ സിറിയ ഒരു നിലക്കും അംഗീകരിക്കരുതെന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതിന് ചെവി കൊടുക്കാതെ അമേരിക്ക എന്താണ് ചെയ്യുന്നത്? ഈ ഡൊണാൾഡ് ട്രംപ് എന്താണ് ചെയ്യുന്നത്? സിറിയയെ ഈ ടെററിസം ലിസ്റ്റിൽ നിന്ന് ഇടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വാഷിങ്ടണിൽ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ടെലവീവിൻ്റെ ഇസ്രായേലിൻ്റെ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് ട്രംപിന് നമ്മൾ സമ്മതിക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടും ഇങ്ങനെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ്. ഒരേ സമയം തുർക്കി എർദോഗാനായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നു. തുർക്കിക്ക് അത് ചെയ്ത് കൊടുക്കുന്നു, ഇത് ചെയ്ത് കൊടുക്കുന്നു, മറ്റേ സാങ്ഷൻ ഒഴിവാക്കി കൊടുക്കുന്നു, F-35 പ്രോഗ്രാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. സിറിയ എന്ന് പറയുന്നത് തുർക്കിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സിറിയയിൽ തുർക്കിയുടെ ഇടപെടലുകളെ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഇസ്രായേലിനെ പരിഗണിക്കുന്നേ ഇല്ല അമേരിക്ക. അപ്പോൾ ഇതിനെക്കുറിച്ച് നഫ്താലി ബെനറ്റ് എന്ന് പറയുന്ന ഈ ഇസ്രായേലിലൊരു പ്രതിപക്ഷ നേതാവ് കുറച്ച് ദിവസം മുമ്പ് ഒരു ടെലിവിഷൻ ഷോയിൽ പറഞ്ഞ കാര്യമുണ്ട്. വി ലോസ്റ്റ് അമേരിക്ക ആൻഡ് വി ഗെയിൻ സൊമാലിലാൻഡ് എന്നാണ് പറയുന്നത്. ഈ നെതന്യാഹുവിൻ്റെ ഫോറിൻ പോളിസി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യമായിരുന്നു, സുഹൃത്തായിരുന്നു അമേരിക്കയെ നഷ്ടപ്പെടുത്തി പകരം കൊണ്ടുവന്ന് സോമാലിലാൻഡിനെ പോയി അംഗീകരിച്ചാത്ത പ്രസിഡൻറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് സോമാലിലാൻഡ് മാത്രം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റി. അതാണ് നെതന്യാഹു ചെയ്തതെന്നാണ് നഫ്താലി ബെനറ്റ് പറയുന്നത്. മൈ ഫ്രണ്ടിനെ മറന്നുപോയി. അപ്പോൾ ഇതും എങ്ങനെ ഒരു ഷിഫ്റ്റാണ്. ഇസ്രായേൽ എ ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ അമേരിക്കയിൽ വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ കാണും. ആ ഒരു ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഇസ്രായേൽ സമ്പൂർണ്ണമായി അമേരിക്കയിൽ ഒറ്റപ്പെടും നമ്മൾ വിചാരിക്കേണ്ട. ആ ഇസ്രായേൽ ലോബി വളരെ ശക്തമാണ്. പക്ഷേ അവർ നേരത്തെ ഉള്ളതുപോലെയല്ല, ഇസ്രായേൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നടക്കാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ സിസ്റ്റത്തിനകത്ത്, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്തുണ്ടായിട്ടുള്ളൊരു ഫ്രിക്ഷൻ, അമേരിക്ക ഇസ്രായേൽ ബന്ധം എന്ന് പറയുന്ന ആ ടോട്ടൽ എൻ്റർപ്രൈസ് ഉണ്ടല്ലോ, അതിനകത്തുണ്ടായിട്ടുള്ള ഫ്രിക്ഷൻ, ഇതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ ട്രിഗർ ചെയ്തിട്ടുള്ള 2 സംഭവങ്ങളാണ് ഒക്ടോബർ 7 ഇറാൻ വാറും. അത് കൂടുതൽ ഈ ഫ്രിക്ഷനും ഈ വിഭജനവും കൂടുതൽ ശക്തമാകുക. നേരത്തെ അജിംസ് പറഞ്ഞ ഒരു അമേരിക്ക ഒരു ഇൻ്റർനാഷണൽ ഒരു എംപയർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു മൈറ്റി ഇതിൽ നിന്ന് മാറി ഒരു സാധാരണ രാജ്യം പോലെ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു യാത്രയുടെ തുടക്കത്തിലാണുള്ളതെന്ന് വിചാരിക്കുക. യെസ്.
അപ്പോൾ ഇറാനെതിരായ യുദ്ധം ഒരു നഷ്ടക്കച്ചവടമാണെന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു ട്രംപ്. അപ്പോൾ ഇനി ഈ ഇറാനെതിരായ യുദ്ധത്തിന് വേണ്ടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ ഇനി എങ്ങനെ ട്രംപും US പരിഗണിക്കും? അങ്ങനെ പരിഗണിച്ചില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തുടർ നീക്കങ്ങളും നിലപാടുകളും എന്താകുമെന്ന് കാത്തിരുന്നു കാണാം.